യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നമ്മൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്നത് മാസങ്ങളായി, വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ജീവനും ചൈതന്യവും നൽകുന്ന ദൈവവചനമാണ്. ഈ തിങ്കളാഴ്ച ദിവസം ഏറെ പ്രതീക്ഷയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. പലരും ഈ ആലയത്തിലേക്ക് വരുന്നത് ചത്ത മനസ്സോടെയാണ്, പ്രതീക്ഷയില്ലാത്തൊരു മനസ്സോടെയൊക്കെയാണ് പലരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ആ വചനം കേൾക്കുകയും ഒക്കെ ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ മനസ്സ് പ്രതീക്ഷയോടെ ജീവിച്ചു തുടങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മനുഷ്യ മനസ്സ് ജീവിച്ചു തുടങ്ങുന്നൊരു സ്ഥലമായി ഈ ആലയത്തെ ദൈവം മാറ്റുന്നതിന്, ശുശ്രൂഷകളെ മാറ്റുന്നതിന് നന്ദി പറയുകയാണ്. സമ്മാനങ്ങൾ കൈമാറുന്ന പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം കൈമാറുന്ന, സൗഖ്യം കൈമാറുന്ന സ്ഥലമാണ്. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഈ തിങ്കളാഴ്ച ദിവസം അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഓരോ കുടുംബത്തിലേക്കും ആ വചനത്തിൻ്റെ ശക്തിയെ അങ്ങ് അയക്കണമേ. ദൈവത്തിൻ്റെ സഹായം, പ്രത്യേകിച്ച് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ അവസാനിക്കുവാൻ, സമാധാനമുള്ള ഒരന്തരീക്ഷമുണ്ടാകുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഓരോ രാജ്യങ്ങളിൽ സങ്കടം അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്, ഭയത്തോടെ കഴിയുന്നവരുണ്ട്. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടെ, പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഈ വചനം ഇന്ന് കേൾക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 14 മുതലുള്ള വാക്യമാണ് ശ്രദ്ധിക്കുന്നത്. ഈ വചനം എന്തിനാ പറയുന്നതെന്നറിയാമോ? പലരും പറയും പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കാര്യമില്ല, വചനം വായിക്കുന്നത് കൊണ്ട് കാര്യമില്ല, വചനം കേൾക്കുന്നതൊക്കെ എന്തിനാ ഇങ്ങനെ കേൾക്കുന്നേ, ഇതുകൊണ്ട് എന്ത് ഗുണമാണ് നിങ്ങൾക്ക് കിട്ടിയത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെയും പറയുന്നവരും ചിന്തിക്കുന്നവരും വിമർശിക്കുന്നവരും കാര്യസഹിതം നിരത്തി വച്ച് വിധിക്കുന്നവരൊക്കെയുണ്ട്. ഈ വചനം എല്ലാവർക്കും വേണ്ടി സ്നേഹത്തോടെ പറയുകയാണ്. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 14 മുതലുള്ള വാക്യമാണ്. നിങ്ങൾ പറഞ്ഞു, ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ്, വെറുതെയാണ്. ഇങ്ങനെ വചനം കേൾക്കുന്നത് വെറുതെയാണ്, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് വെറുതെയാണ്, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്നത് വ്യർത്ഥമാണ് എന്നൊക്കെ പലരും പറയുന്നവരുണ്ട്. ഇവിടെ പറയുക, നിങ്ങൾ പറഞ്ഞു ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ്, വെറുതെയാണ്. അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുമ്പിൽ വിലാപം ആചരിക്കുന്നവരെ പോലെ നടക്കുന്നത് കൊണ്ടും എന്തു പ്രയോജനം? അന്നത്തെ കാലത്തും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടായിരുന്നു. എന്തു പ്രയോജനം? ഇതുകൊണ്ട് എന്ത് ഗുണമുള്ളത്? നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാവർക്കുമുള്ള മറുപടിയാ 15-ാമത്തെ വാക്യം. ഇങ്ങനെ വിമർശിക്കുന്നവർ പറയും, പ്രാർത്ഥിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാതെ നടക്കുന്നവർക്കാ പിന്നെയും ഭാഗ്യവും അനുഗ്രഹമൊക്കെ എന്ന് പറയുന്നവരുണ്ട്. ഇനിമേൽ 15-ാമത്തെ വാക്യമാണ്, ഇനിമേൽ അഹങ്കാരികളാണ് ഭാഗ്യവാന്മാർ എന്ന് ഞങ്ങൾ കരുതും. ദുഷ്കർമ്മികൾ അഭിവൃദ്ധിപ്പെടുക മാത്രമല്ല, ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. പ്രാർത്ഥനയില്ല, അവർക്ക് വചനവുമില്ല, അവർക്ക് ധ്യാനവുമില്ല, ഒന്നുമില്ല. എന്നിട്ട് അവർക്ക് കണ്ടോ പൈസയുണ്ടാകുന്നു, വീടുണ്ടാകുന്നു, ജോലി ലഭിക്കുന്നു, സൗഭാഗ്യങ്ങളുണ്ടാകുന്നു. പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതം ഒന്നിനൊന്നിന് താഴേക്ക് പോകുന്നു.
ഇങ്ങനെയൊക്കെയും പരാതിപ്പെടുന്നവരും വിഷമിക്കുന്നവരും ഭാരപ്പെടുന്നവരും ഒക്കെയില്ലേ? ഇങ്ങനെ പറയുന്നവർ ആ കാലത്തും ഉണ്ടായിരുന്നു. 16-ാമത്തെ വാക്യം, അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. കേട്ടു എന്നല്ല, ശ്രദ്ധിച്ചു കേട്ടു. ഇനി അടുത്ത ഭാഗമാണ്, ശ്രദ്ധിച്ചോ. വ്യർത്ഥമാണോ അല്ലയോ എന്ന് ബൈബിൾ വചനം പഠിപ്പിക്കുവാണ്. വചനം കേൾക്കുന്നത് വ്യർത്ഥമല്ല. വചനം നിങ്ങൾ സ്വീകരിക്കുന്നത്, അത് അനേകരുടെ ജീവിതങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നത് വെറുതെയല്ല. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുമ്പിൽ എഴുതപ്പെട്ടു. ഒരു ഗ്രന്ഥം എഴുതി. ആര്? ദൈവം. ഒരു ഗ്രന്ഥം, ഒരു പുസ്തകം എഴുതി. ആരെ ഓർക്കേണ്ടതിന്? ദൈവത്തിൻ്റെ നാമം ധ്യാനിക്കുന്നവരെ ഓർക്കേണ്ടതിന്. അപ്പോൾ എന്നെയും നിങ്ങളെയും, വചനം പറയുന്ന എന്നെയും വചനം കേൾക്കുന്ന നമ്മളെയും സ്വർഗത്തിലെ ദൈവം ഓർക്കും. എന്നെ മറന്ന് കളയാത്തൊരു ദൈവമുണ്ട്. എൻ്റെ അവസ്ഥയെ അറിയുന്നൊരു ദൈവമുണ്ട്. ഓർക്കേണ്ടതിനൊരു പുസ്തകം എഴുതപ്പെട്ടു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റെ ആയിരിക്കും. ആര്? ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർ, ആ വചനം ധ്യാനിക്കുന്നവർ ദൈവത്തിൻ്റേതായി മാറും. നിങ്ങൾ ഈ വചനം വീടുകളിൽ ഇരുന്ന് കേൾക്കുമ്പോൾ വീട് ദൈവവചനത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള പ്രിയപ്പെട്ടവർ ആ വചനത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. അടുത്ത ഭാഗം, അവർ എൻ്റെ ആയിരിക്കും. അടുത്ത ഭാഗം ശ്രദ്ധിച്ചോണം. ധ്യാനിക്കുന്നവൻ്റെ, പ്രാർത്ഥിക്കുന്നവൻ്റെ ദൈവം കൊടുക്കുന്ന വില എഴുതിയിരിക്കുവാണ്. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവരെൻ്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. ആ വാക്യത്തിൽ ചെന്ന് നിൽക്കുകയാണ്. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. ആരെ? ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നവരെ, സ്വീകരിക്കുന്നവരെ ദൈവം തന്നെ രക്ഷിക്കും. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്നതും ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്നതും വെറുതെയാണ് എന്ന് ചിന്തിക്കരുത്. ദൈവസന്നിധിയിൽ ഇതിന് വിലയുണ്ട്. ചിലരൊക്കെ ഈ വചനം ആദ്യകാലങ്ങളിൽ കേൾക്കുമായിരുന്നു. അവർക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളെയൊക്കെ കിട്ടി. ഇപ്പോൾ അവർ കേൾക്കുന്നില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മുമ്പ് മാത്രം കേൾക്കേണ്ട ഒന്നല്ല. നിങ്ങൾക്കൊരാവശ്യം ഉണ്ടാകും. ഒരുപക്ഷെ നിങ്ങൾ സ്വസ്ഥമായിരിക്കുമായിരിക്കും, വേറെ പ്രത്യേക ആവശ്യങ്ങളൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ ഈ ദൈവവചനം നമ്മൾ കേൾക്കുന്നത് അത് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനും ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിക്കാനും ഇടയാകും. അവർ എൻ്റെ ആയിരിക്കും. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഓരോ വ്യക്തികളെയും വചനം കേൾക്കുന്നവരെ, ധ്യാനിക്കുന്നവരെ രക്ഷിക്കും. ഇവിടെ ഒരു വാക്കുണ്ട്, ദൈവത്തിൻ്റെ നാമത്തെ ധ്യാനിക്കുന്നവരെ ഓർക്കേണ്ടതിന്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഓർക്കില്ലേ, പണിയില്ലാത്ത കുറേ ആൾക്കാരുടെ പണിയാണ് ഈ പ്രാർത്ഥനയും ധ്യാനമൊക്കെ. അല്ല നമ്മളോർക്കും നമുക്ക് ഈ ധ്യാനം നാണക്കേടാ, വചനം കേൾക്കുന്ന നാണക്കേടാ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും വചനം കേട്ട് ജീവിതം ആരംഭിക്കുന്നവരുമുണ്ട്. വചനം കേട്ട് പ്രാർത്ഥിച്ചേ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തുള്ളൂ, അല്ല ഒരു ജോലി ആരംഭിക്കത്തുള്ളൂ. അവരെയൊക്കെ സ്വർഗം ഓർക്കുന്നുണ്ടെന്നാണ് വേദപുസ്തകം പറയുന്നത്. ദൈവം അവരെ ഓർക്കും, ദൈവം അവരെ സംരക്ഷിക്കും, ദൈവം അവരെ നയിക്കും. ദൈവത്തിൻ്റെ പ്രത്യേക അവകാശമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇന്ന് പ്രാർത്ഥിക്കാം. ഈ തിങ്കളാഴ്ച ദിവസം ദൈവവചനം കേട്ട് ധ്യാനിച്ചു തുടങ്ങുമ്പോൾ അനേകർ ഈ വചനം കേൾക്കാൻ അറിയാൻ ഇടവരട്ടെ. ചിലർ പറയും, ഞങ്ങളൊന്നും ഇത് കേൾക്കത്തില്ല, ഞങ്ങൾ കേൾക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ സന്തോഷത്തോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കേൾക്ക്. ആരെ നിർബന്ധിക്കരുത്. പക്ഷേ ഈ വചനം അനേക ജീവിതങ്ങളെ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക്,
ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, രോഗത്തിൽ നിന്ന് സൗഖ്യത്തിലേക്ക് നയിക്കുന്നതാ ഓരോ വചനവും, ഓരോ ദിവസം വചനം നൽകുന്ന അനുഗ്രഹങ്ങളും. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പിള്ളേരുടെ പരീക്ഷയൊക്കെ ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് സോജനച്ചൻ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ പരീക്ഷ അനുഗ്രഹമാകാൻ, പഠിക്കാൻ ഒരു ധൈര്യമുണ്ടാകാൻ, ദൈവാനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകർ അത് പങ്കെടുക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങൾ ഒത്തിരി അനുഗ്രഹമാണ്. ഓരോ വെള്ളിയാഴ്ചകളിലും അനേകർ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ സ്വീകരിക്കുന്നുണ്ട്. ആരെയും ഇങ്ങോട്ട് വരാൻ നിർബന്ധിക്കണ്ട. ആരെയും നിർബന്ധിച്ച് വഴക്കുണ്ടാക്കി ഒന്നും ആരെയും കൊണ്ടുവരണ്ട. നിങ്ങളുടെ മനസ്സിൽ എന്നാണോ ദൈവം സന്തോഷത്തോടെ അത് ഒരു സമയം ദൈവം തരുന്നത്, എന്നാണോ നിങ്ങൾക്ക് വ്യക്തിപരമായി തോന്നുന്നത്, അന്ന് വന്നാൽ മതി. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും, അതോരോ വ്യക്തികളെയും, ഓരോ കുഞ്ഞുങ്ങളെയും, യുവതി യുവാക്കൾ എല്ലാവരെയും ഞങ്ങൾ വചനത്തിലൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിലൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിലൂടെ ദൈവകൃപയിൽ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, ആപത്തനർത്ഥങ്ങളിൽ നിന്നും, എല്ലാ നഷ്ടങ്ങളിൽ നിന്നും, എല്ലാത്തരം ചതികളിൽ നിന്നും, അസൂയകളിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും, പകയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. സംരക്ഷിക്കണമേ. ഞങ്ങളുടെ യാത്രകളിൽ സംരക്ഷണമുണ്ടാകണമേ. ഞങ്ങളുടെ താമസ ഇടങ്ങളിൽ ദൈവിക സംരക്ഷണമുണ്ടാകണമേ. ഞങ്ങളുടെ തീരുമാനങ്ങളിൽ ദൈവിക സംരക്ഷണം വേണം. ഞങ്ങളെടുക്കുന്ന നിലപാടുകളിൽ സംരക്ഷണം വേണം. ഞങ്ങളുടെ ആലോചനകളിൽ, ബന്ധങ്ങളിൽ, സംസാരങ്ങളിൽ ദൈവിക സംരക്ഷണം വേണം. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ. ഈ വചനത്തിലൂടെ ഈ വീടിനെ ആശീർവദിക്കണമേ. ഈ വചനത്തിലൂടെ ഈ വീടിനെ വിശുദ്ധീകരിക്കണമേ. ഈ വചനത്തിലൂടെ ആ വീട്ടിലുള്ളവരെ വിശുദ്ധീകരിക്കണമേ. നിങ്ങളുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾ തമ്മിൽ എന്തെന്നില്ലാത്തൊരു നല്ല സ്നേഹവും കൂട്ടായ്മയും വർദ്ധിക്കട്ടെ. നിലനിൽക്കുന്ന പിണക്കങ്ങളോ വിഷമങ്ങളോ അകൽച്ചകളോ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വരട്ടെ. അതൊക്കെ മാറി വരട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദൈവം തരട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: ഒരു ദോഷവും വരാതെ ഈ വ്യക്തിയെ, കുടുംബത്തെ കാക്കണമേ. ഒരു തിന്മയും വരാതെ ഈ വ്യക്തിയെ, കുടുംബത്തെ കാക്കണമേ. ഒരനർത്ഥവും ഈ കൂടാരത്തെ തൊടാത്തവണ്ണം ദൈവം ഈ ഭവനത്തെ സംരക്ഷിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഒത്തിരി അനുഗ്രഹമുള്ള ഒരു വചനമാണ്. ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ഈ വചനം അനേകർക്ക് അയച്ചു കൊടുക്കണം. ഈ വചനം ശരിക്കും ചിന്തിക്കണം. ഈ വചനം പല പ്രാവശ്യവും ഇന്ന് കേൾക്കണം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സഹായം കൂടെ ഉണ്ടാകട്ടെ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സന്തോഷമുള്ളൊരു ദിവസം ആശംസിക്കുന്നു. നാളെയും 5:30 നമുക്ക് ഒരുമിച്ച് കാണണം. സ്വർഗത്തിലെ ദൈവം ഉള്ളം കയ്യിലെന്ന പോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ.